ദൈവവചന ചിന്തയ്ക്കായിട്ട് കൊലോസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. മതി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സ്നേഹത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പാട്ടൊക്കെ പാടി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സ്നേഹത്താൽ ധരിക്കുക എന്നുള്ള ഒരാശയമാണ് പൗലോസ് ഇവിടെ കൊലോസ്യരോട് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് കുറച്ച് ചിന്തകൾ എൻ്റെ മനസ്സിനകത്ത് കടന്നു വരുവാനായിട്ടിടയായി. ഇതിപ്പോൾ ഡിസംബർ മാസമാണ്. ഇപ്പോൾ ഡിസംബർ മാസത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ഒരു ഗിവിങ്ങിൻ്റെ ഒരു മന്താണ്. നമ്മൾ ഫുഡ് ബാങ്കുകാർ ഫുഡ് കൊടുക്കുന്നു. ഒരുപാട് പേരും മറ്റുള്ളവർക്കൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഗിവിങ് ബാക്ക് അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു മാസമാണ്. ദൈവമക്കളെ, നമ്മൾ എന്താണ് കൊടുക്കുന്നത്? നമുക്ക് ഒരാൾക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാം, കുറച്ച് പൈസ ഫുഡ് ബാങ്കിന് ഡൊണേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും എന്താണ് ഒരു ദൈവ പൈതലിനെക്കുറിച്ച്, ദൈവമക്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം? നമുക്ക് ഈ ഭാഗങ്ങൾ ഒന്ന് ചിന്തിക്കാം. അപ്പോൾ ഈ ക്രിസ്തീയ ക്യാരക്ടർ അല്ലെങ്കിൽ ദൈവത്തിന് ഒരു ദൈവസഭ ഇവിടെ ആക്കിയിരിക്കുന്നതിൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഞാനത് 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗത്തിലേക്ക് മടങ്ങി വരാം. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരപ്പച്ചൻ്റെ പേര്, ഒരപ്പച്ചൻ്റെ ഒരു എവിടെ പോയാലും ഈ ഒരപ്പച്ചൻ ഒരു ഓയിലിൻ്റെ ചെറിയൊരു ക്യാന് പുള്ളിയുടെ കയ്യിൽ കരുതാറുണ്ട്. ഈ അപ്പച്ചനെ എല്ലാ പിള്ളേരും വിളിക്കുന്നത് ക്രേസി അപ്പച്ചൻ എന്നാണ്. കാര്യം ഈ അപ്പച്ചൻ എവിടെ പോയാലും കുറച്ച് ഓയിലും കൊണ്ടേ പോകത്തുള്ളൂ. അപ്പോൾ പുള്ളിയുടെ ഒരു വിനോദം എന്ന് പറഞ്ഞാൽ, എല്ലാം ഈ കതകിൻ്റെ ഈ ഹിഞ്ചസ് ഉണ്ടല്ലോ, ആ ഹിഞ്ചസിലെല്ലാം പോയി പുള്ളി കുറച്ച് ഓയിലിടും. നമുക്കറിയാം, ചില കതകുകളൊക്കെ ഇങ്ങനെ തുറക്കുമ്പോൾ ക്രിന്ന് സൗണ്ട് കേൾക്കുന്ന കേട്ടിട്ടില്ലേ? ചിലരുടെ കാറിൻ്റെ ഡോറൊക്കെ തുറക്കുമ്പോൾ ഒരു വല്ലാത്ത സൗണ്ട് കേൾക്കുന്നത്. കാര്യം അതിനകത്ത് അതിൻ്റെ ഹിഞ്ചസിൽ ഓയിൽ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഓയിൽ ഇടുന്നതാണ് അപ്പച്ചൻ്റെ ഒരു പരിപാടി. അപ്പച്ചൻ എവിടെ പോയാലും ഈ ഓയിലും കൊണ്ടാണ് പോകുന്നത്. അപ്പച്ചനെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ കളിയാക്കാറുണ്ട്. അപ്പോൾ അപ്പച്ചൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ റിയലായിട്ടൊരു വലിയ കവാടം, ആ വാതിൽ തുറക്കുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് തുറക്കാത്തൊരു വാതിലായിരുന്നു, അത് വാതിൽ തുറക്കുന്നില്ല. അപ്പോൾ ഈ എത്ര പേര് പിടിച്ചിട്ട് നോക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഹിഞ്ചസിൽ അപ്പച്ചൻ്റെ സ്ഥിരമായിട്ട് പുള്ളിയുടെ കയ്യിൽ ഓയിലുണ്ടായതുകൊണ്ട്, സ്ഥിരമായിട്ട് പുള്ളി അത് സൂക്ഷിക്കുന്നത് കൊണ്ട് ആ ഹിഞ്ചസിലെല്ലാം ഓയിലിട്ട് കഴിഞ്ഞപ്പോൾ ആ കതക്, ആ വാതിൽ പതുക്കെ തുറക്കുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു ആശയം, പലരുടെയും ജീവിതത്തിൽ ഈ ഹിഞ്ച്, ഇവരുടെ ജീവിതം ഇതുപോലുള്ളൊരവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ഒരച്ചിലും ഒരു സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ടു. പല വിവാഹ ജീവിതത്തിൻ്റെയും സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവിടെയൊക്കെ അങ്ങ് ഒരച്ചിലും ശബ്ദവും ഒക്കെ അങ്ങ് കൂടും. പ്രൈസ് ഗോഡ്. പണ്ടുള്ള ആ സ്നേഹം അങ്ങ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പരാതിയായി മാറും. പ്രൈസ് ഗോഡ്. പണ്ട് ഒരു ഉദാഹരണം പറയുന്നത്, ഭാര്യയും ഭർത്താവും കിടക്കുമ്പോൾ അവർ കട്ടിലിൻ്റെ 2 സൈഡിലാണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ നടുക്ക് പിശാച് കയറി കിടക്കുമെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടായിട്ടായിരിക്കുമല്ലോ 2 സൈഡിലും 2 പേരും 2 സൈഡ് പിടിച്ച് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ നടുക്ക് പിശാച് കയറി കിടക്കും, ഇവരെ തമ്മിൽ അടുപ്പിക്കത്തില്ല. അപ്പോൾ നമ്മുടെ എല്ലാം ഈ ജീവിതം സ്നേഹമില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹത്താലാണ് നമ്മുടെ കുടുംബം പണിയുന്നത്, സ്നേഹത്താലാണ് സഭകൾ പണിയപ്പെടുന്നത്. അല്ലാതെ നമ്മളൊരു റൂളും റെഗുലേഷൻസും ഒന്നും വെച്ചിട്ടല്ല നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. ഇവിടെ സഹോദരന്മാരൊക്കെ എത്ര കാര്യങ്ങളൊക്കെ എല്ലാം പ്ലാൻ ചെയ്തിട്ടൊക്കെ വന്നാലും
ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്തും. അതൊക്കെ അത് സ്നേഹത്താൽ അങ്ങ് പോകും. ആ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് അങ്ങ് പോകും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹത്തിലാണ് കാര്യങ്ങൾ പണിയപ്പെടുന്നത്. ഹല്ലേലൂയ. ഞാനൊരു നടന്ന സംഭവങ്ങളോട് നിങ്ങളോട് പറയാം. ഇവിടെ ഒരു യങ് കപ്പിൾസ്, അവർ വളരെ പ്ലാൻഡായിട്ട് കല്യാണം കഴിച്ചു. മാരേജിൻ്റെ കാര്യമാണ് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ചിന്തയിൽ വരുന്നത്. എന്താണെന്ന് അറിയത്തില്ല, ആർക്കൊക്കെ ഉള്ള ഒരു ദൂതായിരിക്കും. അപ്പോൾ അവർ റീസെൻ്റ്ലി കല്യാണം കഴിച്ചപ്പോൾ, അപ്പോൾ ഇവിടുത്തെ ഇംഗ്ലീഷുകാർ ഇതനുസരിച്ച് വെച്ചിട്ട് ഇവരെല്ലാം വളരെ പ്ലാൻഡായിട്ടാണല്ലോ ചെയ്യുന്നത്. അവർ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ടാക്കി. ഞാൻ രാവിലെ കോഫി ഇടുമ്പോൾ നീ ഡിഷസ് നോക്കണം, ഞാൻ ക്ലോത്ത് നോക്കും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ വളരെ ക്ലിയറാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേ അവർക്ക് മനസ്സിലായി ഇനി നമുക്കൊരു കൊച്ചു വേണം. അപ്പോൾ ഈ കൊച്ചിനെ ഇതുവരെ നോക്കിയിട്ടില്ലാത്തവർക്ക് അറിയത്തില്ലല്ലോ എങ്ങനെയാണെന്ന്. അപ്പോൾ അവർ വിചാരിച്ച ഒരു കാര്യം ചെയ്യും, നമുക്ക് ആദ്യം ഒരു പട്ടിയെ മേടിക്കാം. അത് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും നമ്മളെങ്ങനെ വിവാഹ ജീവിതത്തിൽ ഒരു കൊച്ചു വന്നു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ അവർ ഒരു പട്ടിയെ മേടിച്ചു. ഒരു പട്ടിയെ മേടിച്ചിട്ട് അങ്ങോട്ട് ശരിയാകുന്നില്ല. അപ്പോൾ അവർ വിചാരിച്ച് 2 പട്ടിയെ മേടിച്ച് നമുക്കൊന്ന് മാനേജ് ചെയ്ത് നോക്കാം. അങ്ങനെ അവർ 2 പട്ടിയെ മേടിച്ചിട്ട് കുറച്ച് ആൾ വളർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊക്കെയോ കാര്യം പറഞ്ഞ് ഇവർ തമ്മിൽ തെറ്റി ഡിവോഴ്സായി. ആ പട്ടി പിന്നെ ഈ പെൺകൊച്ചിൻ്റെ അപ്പനെ നോക്കേണ്ടതായിട്ട് വന്നു. ആ പെൺകൊച്ചിൻ്റെ അപ്പൻ ഒരു ദിവസം ഡെന്റിസ്റ്റിനെ കാണാൻ പോയപ്പോൾ സ്നേഹയോട് പറഞ്ഞ കഥയായി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ കഥയല്ല, റിയലായിട്ടുള്ള കഥയാണെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ലോയും റെഗുലേഷൻസും പ്രിൻസിപ്പിളും ഒക്കെ വെച്ച് കുടുംബജീവിതം പണിയാൻ നോക്കിയാലും സ്നേഹമെന്ന് പറയുന്നൊരു സംഭവം ഇല്ലെങ്കിൽ ഇതൊക്കെ പോക്കാം. സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങ് പോവും. ഹല്ലേലൂയ. അവിടെ റൂൾസും റെഗുലേഷൻസിനെ എല്ലാം സ്നേഹം ഓവർകം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ കൊലോസ്യരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് സ്നേഹമുണ്ടാകണം. ഈ സ്നേഹത്തിൻ്റെ ഓയിൽ ഇല്ലെങ്കിൽ നമുക്കെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് മാറും. ഇന്ന് ദൈവത്തെ നമുക്ക് ആരാധിക്കുവാൻ, ചേർന്ന് വന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയുന്നത് പരസ്പരം സ്നേഹമുണ്ടായതുകൊണ്ട് അവരിൽ കൂട്ടമായിട്ട് വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ വലിയ ദൈവസാന്നിധ്യമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെയൊക്കെ മുഖം കാണുമ്പോൾ തന്നെ പകുതി ആരാധനയ്ക്ക് വന്ന സന്തോഷം എനിക്ക്. കാര്യം അതിനകത്ത് തന്നെ ഒരു കൂട്ടായ്മയുണ്ട്, ഒരു സ്നേഹമുണ്ട്. അപ്പം സ്നേഹമില്ലെങ്കിൽ സഭകൾ ക്ലബ്ബുകളായിട്ട് മാറും. അപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓയില്, നമ്മളെപ്പോഴും അത് കൈ കൊണ്ട് നടക്കേണ്ട ഒരു ഓയില്. ഞാൻ ഈ അപ്പച്ചൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഈ ഓയില് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പലരുടെയും ജീവിതത്തിലെ ആ സൗണ്ട് മാറ്റുവാനായിട്ട് പറ്റും. പലരുടെയും ജീവിതത്തിൻ്റെ ഫ്രിക്ഷൻ മാറ്റുവാനായിട്ട് നമ്മളെ ഈ നാളുകളിൽ ദൈവം ഉപയോഗിക്കും. ഹല്ലേലൂയ. അത് ഞാനൊരു ദൂതായിട്ട് ഞാൻ പറയാം. നിങ്ങളുടെ കയ്യിൽ ആ ഒരു ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെല്ലുന്ന ഭവനത്തിലെ വിഷയങ്ങൾ പോലും മാറുവാനായിട്ടിടയാകും. പ്രൈസ് ഗോഡ്. നമ്മൾ സ്ട്രെയിൻ കുറയ്ക്കുന്ന ആൾക്കാരായി മാറണം. നമ്മൾ വളരെ ഇൻറ്റൻഷനായിട്ട് നമ്മളത് ചിന്തിക്കണം. കാര്യം ഒരു വിഷയമുണ്ടായാൽ ആ വിഷയത്തെ വലുതാക്കാനല്ല നോക്കേണ്ടത്, അതിനെ എങ്ങനെയെങ്കിലും എണ്ണയിട്ട് സ്മൂത്താക്കി എടുക്കുക എന്നുള്ളതാണ്. റീസെൻ്റ്ലി ഒരു സേഫ്റ്റി ഒരു കൺസേൺ ഞങ്ങളുടെ ഓഫീസിൽ ഷെയർ ചെയ്ത ഒരു സേഫ്റ്റി കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞു വഴക്കുണ്ടായി. ഈ മനുഷ്യന് വായി വരുന്ന ഏതാണ്ടൊക്കെ ഒരു പുള്ളി വിളിച്ച് പറഞ്ഞു. പുള്ളിക്ക് ആകെ ടെൻഷനും പ്രഷറും ഒക്കെ ആയിരുന്നു. പുള്ളി പറയേണ്ടാത്ത എന്തൊക്കെയോ പറഞ്ഞു. ഭാര്യയും മോളും അത് വളരെ സീരിയസ് ആയി എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്ക് ഭയങ്കര കുറ്റബോധം. എൻ്റെ വായിൽ നിന്ന് ഇതൊക്കെ പറഞ്ഞല്ലോ. മറ്റവർ പറഞ്ഞു, നീ ഇതൊക്കെ പറഞ്ഞു, നീ ശരിയല്ല, നിനക്കിതെങ്ങനെ പറയാൻ തോന്നി. ഇത് പുള്ളിയെ കുറച്ചുകൂടെ കുറ്റബോധത്തിലാക്കി. അങ്ങനെ കുറ്റബോധത്തിൽ പുള്ളി ഓഫീസിൽ വന്ന് എന്തോ സ്ഥിരമായിട്ടുള്ളൊരു പണിയിലായിരുന്നു. ഇപ്പോൾ പുള്ളിയെ ഈ കുറ്റബോധം ഇങ്ങനെ കാർന്നു തിന്നാനായിട്ട് തുടങ്ങി. ഈ കുറ്റബോധത്തിൽ പുള്ളി അന്ന് എന്തോ ചെയ്ത പണിയിൽ വലിയൊരു മേജർ ആക്സിഡൻ്റ് അതെനിക്കുണ്ടായി. ഹല്ലേലൂയ. അതായത് ജീവനോടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ പറഞ്ഞതിൻ്റെ കാര്യം, ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, അങ്ങനെ വീട്ടിൽ നിങ്ങൾ അടിയുണ്ടാക്കി വരുവാണെങ്കിൽ അത്യാവശ്യം നിങ്ങൾ സൂപ്പർവൈസറിനോടൊന്ന് പറയണം.
അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ക്രിട്ടിക്കലായിട്ടുള്ള ജോബിലൊന്നും നിങ്ങളെ അസൈൻ ചെയ്യത്തില്ലെന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? പറഞ്ഞതിൻ്റെ ആശയം, ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് അതിനെ മാനേജ് ചെയ്യാം. ഒന്നിനെ അതിനെ വലുതാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ അങ്ങ് കണ്ടില്ലെന്ന് വിചാരിച്ച് അതിനെ അങ്ങ് സ്മൂത്താക്കി വിടാം. പ്രൈസ് ഗോഡ്. ഇതൊരു പക്ഷേ സഭയിൽ പ്രസംഗിക്കേണ്ട ഒരു പ്രസംഗമൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് അത് ഒരു വ്യക്തമായ ഒരു ഗൈഡൻസ് തന്നതുകൊണ്ടാണ് ഞാൻ ഈ സ്നേഹത്തിൻ്റെ ഒരു പുതപ്പ് നമുക്ക് വാസ്തവമായിട്ടും വേണം. നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നമുക്ക് സ്നേഹമില്ലെങ്കിൽ, നമുക്ക് സ്നേഹിക്കാൻ അറിയത്തില്ലെങ്കിൽ നമ്മളെ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഇനി എൻ്റെ പേഴ്സണലായിട്ടുള്ള ഞാനൊരു ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒരുപാട് പേര് കർത്താവിനെ അറിയുവാനായിട്ടിടയാകും. ഞാനൊരിക്കൽ ടർക്കിയിൽ ഒരു മിഷൻ ട്രിപ്പിന് പോയത്. അന്ന് അവിടുത്തെ ഒരു മിഷണറി, വളരെ യങ്ങായിട്ടുള്ള US സിറ്റിസൺ ആയിട്ടുള്ള ഒരു പുള്ളിക്കാരത്തിയാണ്. ഇപ്പോൾ 2 വർഷത്തിന് ഇവർ ടർക്കിയിൽ മിഷൻ ട്രിപ്പിന് വേണ്ടിയിട്ട് പോയത്. 2 വർഷം കർത്താവിനെ അവിടെ സെർവ് ചെയ്യാനായിട്ട് പോയതാണ്. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു, 3-4 വർഷമൊക്കെ ആയി. ആ പുള്ളിക്കാരത്തി അന്ന് ഞങ്ങളോട് ഒരു ഷെയർ ചെയ്തൊരു കാര്യം, അവർ പറയുമ്പോൾ അവരുടെ കണ്ണുനീര് വരുന്നു. പറഞ്ഞ് 2 വർഷത്തിന് വന്നതാ, തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടെ കർത്താവിലേക്ക് വന്ന അനേകരെ കാണുമ്പോൾ അവരെ വിട്ടിട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾ ആ ഒരു സ്നേഹത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, സ്നേഹത്തിൻ്റെ ശുശ്രൂഷയിൽ അവർ പറഞ്ഞു, അവർ എൻജിനീയറിങ്ങൊക്കെ പഠിച്ച് ഇവിടുന്ന് US നിന്ന് പോയതാണ്, 2 വർഷം കമ്മിറ്റ് ചെയ്ത് പോയതാണ്. പിന്നെ അവർക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സ്നേഹബന്ധത്തിൽ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നിങ്ങൾ സ്നേഹം കൊടുക്കുന്നവരാണെങ്കിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ ഒരു വലിയ തീപ്പൊരി പ്രസംഗത്തെക്കാൾ ഒരു മനുഷ്യൻ്റെ ഹൃദയം സ്പർശിക്കുവാനായിട്ട് ആ സ്നേഹത്തിൻ്റെ ഒരു കണ്ണുനീര് മതി. പ്രൈസ് ഗോഡ്. സ്നേഹത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ദൈവവചനം കൊടുക്കുന്നു. നമ്മൾ അതിനെ അങ്ങ് നെഗ്ലക്റ്റ് ചെയ്ത് അങ്ങ് പോവുക. നമുക്കൊരാളെ സ്നേഹിച്ചാൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പലരോടും പല പ്രാവശ്യം സുവിശേഷം പറഞ്ഞിട്ട് തെറ്റിപ്പോകുന്ന സമയത്ത് ഞാൻ പറയും, കർത്താവേ, ഇനി നിൻ്റെ കാര്യം ഞാൻ തള്ളി. ഇപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞ തള്ളാൻ വരട്ടെ. ഹല്ലേലൂയ. സ്റ്റിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ മാനുഷികമായ രീതിയിൽ നമ്മുടെ ഈഗോ ഒക്കെ വെച്ചിട്ട് നമ്മൾ പറയുന്ന കേൾക്കാത്തവരെയൊക്കെ നമ്മൾ തള്ളാറുണ്ട്. പക്ഷേ എൻ്റെ സ്വർഗസ്ഥനായ അപ്പൻ തള്ളാറില്ല. കാര്യം നമ്മുടെ ദൈവം സ്നേഹമാണ്. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ സ്നേഹം നാം രുചിച്ചറിഞ്ഞെങ്കിലേ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു സ്നേഹത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചും ഒക്കെ ഈ തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തന്നെ പല സ്ഥലങ്ങളിൽ, സഭകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം കേട്ടതുപോലെ തൻ്റെ മിഷണറി യാത്രയിൽ പല സഹോദരങ്ങളെ കാണുമ്പോൾ അവർ കരയുന്ന കണ്ടിട്ട് പൗലോസ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയത്തെ തകർക്കാതിരിക്കുവിൻ. ഹല്ലേലൂയ. അതാണ് ഒരു വ്യക്തിപരമായി ഒരു സഭയിൽ ഉണ്ടാകേണ്ട സ്നേഹം. ഹല്ലേലൂയ. നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം, വ്യത്യസ്തമായ ചിന്താഗതികൾ ഉണ്ടായിരിക്കാം, ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം. പക്ഷെ അതിലൊക്കെ അപ്പുറമായിട്ട് ഒരു സ്നേഹത്തിൻ്റെ എണ്ണ എപ്പോഴും നമ്മുടെ മേലുണ്ടെങ്കിൽ അവരിനി എത്ര വലിയ പാപികളാണെന്ന് പറഞ്ഞാലും അവരെ ഹല്ലേലൂയ മാനുഷികമായി വിധിക്കാതെ അവരെ ചേർത്ത് കൊള്ളുവാൻ നമ്മളെ കൊണ്ട് കഴിയും. ഹല്ലേലൂയ. കാര്യം ഈ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അനേകരെ നേടുവാനായിട്ട് കഴിയത്തുള്ളൂ. പ്രൈസ് ഗോഡ്. കർത്താവ് നമ്മളെ വിളിച്ചത് സ്നേഹിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതൊരു ക്രിസ്തീയ ഗുണവിശേഷങ്ങൾ എന്നാണ് എൻ്റെ ബൈബിളിൽ അതിനൊരു ഹെഡിങ് തന്നെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. ഹല്ലേലൂയ. എന്തൊക്കെയാണ് ധരിക്കേണ്ടത്?
പ്രൈസ് ഗോഡ്. നമ്മൾ ഈ ക്ലാസ്സിനകത്ത് വെള്ള ധരിക്കണം, അത് ധരിക്കണം, ഇത് ധരിക്കണം എന്നൊക്കെ പറയുന്നതിനേക്കാൾ എത്രയോ പവർഫുള്ളായിട്ട് പ്രസംഗിക്കേണ്ട ഒരു വിഷയമാണ്. പാസ്റ്റർമാർക്കൊക്കെ ഭയങ്കര ആവേശവും അതങ്ങോട്ട് പ്രസംഗിക്കാൻ, എന്ത് ധരിക്കണമെന്ന് പ്രസംഗിക്കാൻ ഭയങ്കര ആവേശവും. പക്ഷേ റിയൽ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ധരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അത് ധരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ഇതുണ്ടാകണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവിടെ പറയുന്നു എന്തൊക്കെയാണ് ധരിക്കേണ്ടത്? ദയ, താഴ്മത, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. അതിന് 13ാമത്തെ വാക്ക് പറഞ്ഞ് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഹല്ലേലൂയ. 14ാമത്തെ വാക്യം എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുവിൻ. പ്രൈസ് ഗോഡ്. അത് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളോട് പറയുവാനായിട്ടുള്ളത് ആ സ്നേഹത്തെ ഒന്ന് ധരിക്കുവാനായിട്ട്. നമ്മുടെയൊക്കെ ഇൻബിൽട്ട് നേച്ചർ ഡിഫറൻ്റ് ആയിരിക്കും. അതിനകത്ത് ഇവിടെ പ്രാധാന്യമില്ല. നമ്മൾ ദൈവസഭയിൽ കടന്നു വരുമ്പോൾ ഓരോ ആരാധന കഴിയുമ്പോഴും നമ്മൾ പറയും നല്ല ആരാധനയായിരുന്നു. അപ്പോഴൊക്കെ നമ്മുടെ അകത്ത് സ്നേഹം കൂടണം. ഇന്ന് ഞാൻ അവസാനത്തെ പാട്ട് പാടിയപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ഇതൊക്കെ പാടുമ്പോൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ അടച്ചു വച്ചേക്കുക. ഈ സ്നേഹം അങ്ങോട്ട് നമ്മളങ്ങോട്ട് എൻജോയ് ചെയ്തിട്ട് ഇത് നമ്മളിൽ നിന്ന് അങ്ങോട്ട് ഒഴുകണം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ സാന്നിധ്യത്തിൽ മറ്റുള്ളവർക്ക് കംഫർട്ട് ഉണ്ടാകും ഈ സ്നേഹം നിങ്ങളിൽ നിന്ന് ഒഴുകാൻ തുടങ്ങുമ്പോൾ. കാര്യം ദൈവവചനം പറയുകയാണ്, നിങ്ങൾ സ്നേഹത്തെ ധരിച്ചാൽ നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുന്നതിലല്ല, മറ്റുള്ളവരെ പറഞ്ഞ് അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് മാറ്റുന്നതിലല്ല, പകരം ഈ സ്നേഹം നിങ്ങൾ ധരിക്കുവിൻ. കർത്താവ് സ്നേഹമായിരുന്നല്ലോ. ഈ സ്നേഹം കണ്ടാൽ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് വരുവാനായിട്ട് ഇടയാകും. ഞാൻ പറഞ്ഞത് ആരെയും വിധിക്കുവാൻ വേണ്ടിയിട്ടല്ല, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഒരു ഉദ്ദേശമാണ് ഞാൻ പറഞ്ഞത്. ഈ സ്നേഹത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ അറിഞ്ഞത് എൻ്റെ ക്യാമ്പസിൽ ഇരിക്കുന്ന സമയത്ത് EU എന്ന് പറയുന്നൊരു സംഘടനയിലൂടെയാണ്. ഒന്നും പറഞ്ഞിട്ട് കൊണ്ടോ അല്ലെങ്കിൽ ദൈവവചനം അറിഞ്ഞതുകൊണ്ടോ അല്ല, അവർ പരസ്പരമുള്ള അവരുടെ സ്നേഹം കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. അതിനകത്ത് നമ്മൾ കണ്ടിട്ടില്ലെന്ന് വ്യത്യസ്തമായി സംതിങ് ഈസ് ദെയർ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ കഴിയുമോ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സ്നേഹിക്കാൻ കഴിയുമോ? അങ്ങനെ നിങ്ങൾ സ്നേഹിച്ചാൽ ഒരു മനുഷ്യർക്കും അതിനെ ജയിക്കുവാനായിട്ട് കഴിയത്തില്ല. ഒരു ഉദാഹരണം അവിടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പണ്ട് അമേരിക്കൻ പ്രസിഡൻ്റായ ക്ലിൻ്റൺ വളരെ നല്ല പ്രഗത്ഭനായ ഒരു പ്രാസംഗികനായിരുന്നു അദ്ദേഹം. ഈ അമേരിക്കൻ പ്രസിഡന്റുമാരുടെയൊക്കെ ഈ ബ്രേക്ക്ഫാസ്റ്റ് പാർട്ടിക്ക് ചിലപ്പോൾ ആരെങ്കിലും കൊണ്ടൊക്കെ പ്രസംഗിപ്പിക്കും. നോബൽ സമ്മാനം നേടിയ മദർ തെരേസയായിരുന്നു അന്ന് പ്രസംഗിക്കുവാനായിട്ട് വന്നത്. അവരുടെ പ്രസംഗത്തിൽ അന്ന് അബോർഷനെക്കുറിച്ച്, അബോർഷൻ്റെ നിയമം അമേരിക്കയിൽ പാസ്സാക്കി, അബോർഷൻ നിയമത്തെക്കുറിച്ച് ക്ലിൻ്റനെ സ്റ്റേജിലിരുത്തി വളരെ ശക്തമായിട്ട് ആ സ്ത്രീ പ്രസംഗിച്ചു. ആ പ്രസംഗം ക്ലിൻ്റൺ ഇത് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പുള്ളി അബോർഷത്തിനെ സപ്പോർട്ട് ചെയ്ത് ലിബറൽ പാർട്ടിയുടെ നേതാവാണല്ലോ. എനിക്ക് പറഞ്ഞെങ്കിലും ഇവരുടെ പ്രസംഗം ശേഷം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി പറഞ്ഞു, ഞാനൊരു പ്രസംഗം എഴുതട്ടെ ഇതിനൊരു മറുപടിയായിട്ട്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, ഇല്ല, വേണ്ട, എഴുതിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാര്യം സ്നേഹത്തിൽ ജീവിച്ച അവരെ ഖണ്ഡിക്കുവാനായിട്ട് ഒരു പ്രസംഗത്തിനും കഴിയത്തില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങൾ സ്നേഹത്തിൽ ജീവിച്ചാൽ ഒരു തിയോളജിക്കോ ഒരു ഫിലോസഫിക്കോ അതിനെ ഖണ്ഡിക്കുവാനായിട്ട് കഴിയത്തില്ല.
ആ സ്നേഹം ലോകത്തെ കീഴടക്കുക തന്നെ ചെയ്യും. അതാണ് കർത്താവിൻ്റെ സ്നേഹം കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. പലരും ഹല്ലേലൂയ ശ്രേഷ്ഠന്മാർക്ക് വേണ്ടിയിട്ട് മരിക്കുവാൻ റെഡിയായപ്പോൾ ഹല്ലേലൂയ പാപികളായി ആർക്കും വേണ്ടാതെ കിടന്ന, എല്ലാവരും മാറ്റപ്പെട്ട് കിടന്ന, പാപത്തിന്റെ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന നിനക്ക് വേണ്ടി മരിച്ച ഒരു സ്നേഹമുണ്ടല്ലോ, അതാണ് നാം പ്രസംഗിക്കുന്ന സ്നേഹം. ഹല്ലേലൂയ. ഇന്ന് തിരുവചനത്തിൽ പൗലോസ് പറയുന്നു, അത് നിങ്ങൾ ധരിക്കുകയും. ഹല്ലേലൂയ. അതിനെ ഖണ്ഡിക്കുവാനായിട്ട് ലോകത്തിലെ ഒരു നിയമത്തിനും കഴിയത്തില്ല, ഒരു ശക്തിക്കും കഴിയത്തില്ല. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം.